48-ാം അധ്യായം തുടങ്ങുന്നല്ലേ? മറ്റാമത് തീർത്തല്ലോ. 47 തീർന്നോ? തീർന്നു. 47 തീർന്നു. ശ്രീശുക ഉവാചാം അഥ വിജ്ഞായ ഭഗവാൻ സർവാത്മാ സർവദർശനാം ഫൈരന്ധ്യ കാമതപ്തായ പ്രിയമിക്ഷൻ ഗൃഹം ജയൗ. അഥ അന്തരം വിജ്ഞായ അറിഞ്ഞിട്ട് ഭഗവാൻ സർവാത്മാ സർവദർശന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സർവാത്മാവായ ഭഗവാൻ, സർവദർശന സർവാത്മാ ഭഗവാൻ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സർവദർശനും സർവാത്മകനുമായ ഭഗവാൻ, എല്ലാവരുടെയും ആത്മസ്വരൂപമായി എല്ലാവരുടെയും ഉള്ളിൽ നിലനിൽക്കുന്ന ഭഗവാൻ വിജ്ഞായ അറിഞ്ഞിട്ട് ഫൈരന്ധ്യാഹ കാമതപ്തായാഹ പ്രിയം, കാമതപ്തയായ ഫൈരന്ധിയുടെ പ്രിയത്തെ, കാമതപ്തായാഹ ഫൈരന്ധ്യാഹ പ്രിയം, കാമതപ്തയായ ഫൈരന്ധിയുടെ പ്രിയത്തെ ഇച്ഛൻ ആഗ്രഹിച്ചുകൊണ്ട് ഗൃഹം യയൗ അവളുടെ ഗൃഹത്തിലേക്ക് പോയി. യയൗ പോയി, ഗൃഹം യയൗ ഗൃഹത്തിലേക്ക് പോയി. ഫൈരന്ധ്യാഹ ഗൃഹം യയൗ ഫൈരന്ധിയുടെ ഗൃഹത്തിലേക്ക് പോയി. സർവാത്മാവും സർവദർശനവും ആയതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നടക്കുന്ന വികാര വിചാരങ്ങളും ചിന്തകളും അറിയാൻ പറ്റുന്നവനാണ് ഭഗവാൻ. ഫൈരന്ധിയുടെ മനസ്സിൽ എന്ത് ചിന്തയാണ് ഇപ്പോഴുള്ളത് എന്ന് ഭഗവാൻ അറിയാം. ഫൈരന്ധിയുടെ മാത്രമല്ല, നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ചിന്തകൾ ഭഗവാന് തിരിച്ചറിയാൻ പറ്റും. ആരും അറിയില്ലെന്നാണ് നമ്മളുടെ വിചാരം. ഭഗവാൻ അറിയുന്നുണ്ട് അദ്ദേഹത്തിന്, കാരണം സർവാത്മാവാണ്, സർവദർശനനുമാണ്, എല്ലാവരെയും കാണാൻ പറ്റുന്നവരുമാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ കാമതപ്തയാണ് ഫൈരന്ധി എന്നറിഞ്ഞിട്ട് അന്ന് പോകാൻ നേരം നിന്റെ ആഗ്രഹം സാധിക്കാൻ ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞയച്ചിട്ടാണ് ഫൈരന്ധിയെ പറഞ്ഞയച്ചത്. ആ വാക്കു പാലിക്കാൻ വേണ്ടി കാമതപ്തയായ ഫൈരന്ധിയുടെ ഇഷ്ടത്തെ ആഗ്രഹിച്ചുകൊണ്ട് അവളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അവളുടെ ഗൃഹത്തിലേക്ക് ഭഗവാൻ യാത്രയായി. അഥ വിജ്ഞായ ഭഗവാൻ സർവാത്മാ സർവദർശനാം ഫൈരന്ധ്യ കാമതപ്തായ പ്രിയമിക്ഷൻ ഗൃഹം ജയൗ. അഥ വിജ്ഞായ ഭഗവാൻ സർവാത്മാ സർവദർശനാം ഫൈരന്ധ്യ കാമതപ്തായ പ്രിയമിക്ഷൻ ഗൃഹം ജയൗ. മഹാർഹോപസ്കരൈരാഢ്യം കാമോപായോപബൃംഹിതം മുക്താദാം പതാകാഭിർവിതാനശയനാസനൈ ധൂപൈ സുരഭിർദീപൈ സർഗന്ധൈരഭിമണ്ഡിതം. മഹാർഹ ഉപസ്കരൈഹി ആഢ്യം, മഹാർഹങ്ങളായ വിലപിടിക്കാനാവാത്ത ഉപസ്കരൈഹി, ഉപസ്കരണങ്ങൾ ഉപകരണങ്ങളാണ്, വസ്തുക്കൾ. അവകളെ കൊണ്ട് ആഢ്യമാണ്, സമ്പന്നമാണ്. മഹാർഹ ഉപസ്കരൈഹി ആഢ്യം, അവളുടെ ഗൃഹത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്. കാമതപ്തയായ ഫൈരന്ധിയുടെ ഗൃഹത്തിൽ വിലപിടിപ്പുള്ള അനേക സാധനങ്ങൾ നിറഞ്ഞിരിപ്പുണ്ട്. മഹാർഹങ്ങളായ ഉപകരണങ്ങളെ കൊണ്ട് ആഢ്യമാണ്, ഉപകരണങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്, സമ്പന്നമാണ്. കാമ ഉപായ ഉപബൃംഹിതം, കാമത്തിന്റെ ഉപായങ്ങളെ ഉപബൃംഹണം ചെയ്യുന്ന, ഉപബൃംഹണം ചെയ്യാൻ വളർത്തുക. കാമോപായോപബൃംഹണം, മനസ്സിൽ കാമാവസ്ഥകൾ ജനിക്കാൻ പാകത്തിനുള്ള വസ്തുക്കൾ അവിടെ ഉപബൃംഹണം ചെയ്ത് വെച്ചിരുന്നു എന്നർത്ഥം.
ഭിത്തികളിലെ കാമാസക്തി ജനിക്കുന്ന ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് തൂക്കിയിട്ടിരുന്നു. ഇവളുടെ ഏക ആഗ്രഹം ഭഗവാനുമായി രമിക്കണം എന്നാണ്. ഭഗവാനെ അനുവദിക്കുമോ എന്ന് ഭയമുണ്ട്. കാരണം ഭഗവാന്റെ ഭക്തി ശരിക്കും കണ്ടറിഞ്ഞതാണ്, ആത്മസ്വരൂപനാണ്, ഇതൊക്കെ അറിയാമെങ്കിൽ അങ്ങനെയുള്ള ഭഗവാൻ തന്നോട് ചേർന്ന് രമിക്കാൻ തയ്യാറാകുമോ എന്ന് ഈ കുട്ടിക്ക് ആശങ്കയാണ്, സൈലൻസ്. അതുകൊണ്ടാണ് അവൾ ഭഗവാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന് തന്നോട് തോന്നേണ്ടത് ഒരു ഭക്ത എന്നുള്ള നിലയിലല്ല, ഒരു കാമുകി എന്നുള്ള നിലയിൽ കാമത്തെ ഉദ്ദീപനം ചെയ്യാൻ പാകത്തിനുള്ള ചിത്രങ്ങൾ അവിടുത്തെ ഭിത്തികളിൽ അവൾ നിറയെ തൂക്കി. കൃഷ്ണൻ വരും എന്നറിയാൻ കാരണം പറഞ്ഞയച്ചത്. ഇതാ നാളെ എന്റെ ഗൃഹത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവള് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടൊക്കെ വീട് അലങ്കരിച്ചു. വീടിന്റെ ഭിത്തികൾ കാമ ഉപായ ഉപബൃംഹണങ്ങൾ, കാമത്തെ വർദ്ധിപ്പിക്കുന്ന ഉപായങ്ങൾ ഉപബൃംഹണം ചെയ്തു. മുക്താദാമ പതാകാഭിഹി വിധാന ശയനാസനൈഹി. മുക്താദാമം മുത്തുമാല, മുക്താമുത്ത് ദാമമാല, മുക്താദാമം മുത്തുമാല. പിന്നെ പതാക, പതാക എന്ന് വെച്ചാൽ ഇവിടെ മറ്റേ കൊടിക്കൂരയല്ല ഉദ്ദേശിക്കുന്നത്, പതക്കം എന്ന് പറയും. മാലയുടെ അറ്റത്ത് തൂക്കിയിടുന്ന ലോക്കറ്റ്, പെൻഡുലം, പതക്കം എന്നൊക്കെ അതിന് പേരുണ്ട്. മുക്താദാമ പതാകാഭിഹി, മുത്തുമാലകളും അവയിൽ തൂങ്ങിക്കിടക്കുന്ന പതാകകളാലും പതക്കങ്ങളാലും വിധാന ശയന ആസനൈ. വിധാനം ചെയ്യാന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്ന വിധാനം തന്നെ, സംസ്കൃത വാക്കാതെ. വിധാനിക്കുക എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക. അലങ്കരിച്ചു. എവിടെയൊക്കെ? ശയന ആസനേ, കിടക്കയും പീഠങ്ങളും, കട്ടിലും കസേരയും പറയും. അവകളൊക്കെ മുത്തുമാലകൾ കൊണ്ടും അവയുടെ പതക്കം കൊണ്ടും അലങ്കരിച്ചു. ഭഗവാൻ വന്നാൽ തന്നോട് കൂടെ ചേരാൻ പാകത്തിനുള്ള ഒരു കട്ടില്, അത് മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ചു. ഭഗവാൻ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, പീഠങ്ങൾ, സീറ്റുകൾ, അതും മനോഹരമായ മുത്തുമാല കൊണ്ട് അലങ്കരിച്ചു. മുക്താദാമ പതാകാഭിഹി വിധാന ശയനാസനൈഹി. മുക്താദാമ പതാകകളാലും ശയന ആസനങ്ങൾ വിധങ്ങൾ കൊണ്ട് അലങ്കരിച്ചും വിധാനം ചെയ്തതുമായിരുന്നു ആ വീട് എന്ന് പറയാൻ പോവാം. ധൂപൈഹി സുരഭിഭിഹി ദീപൈഹി സൃഗന്ധൈരഭിമണ്ഡിതം. ധൂപങ്ങളുണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടി ധൂപം ഉണ്ടാക്കും. ഉണ്ടാക്കുന്ന ക്ഷുദ്രജീവികളൊക്കെ പോയി കിട്ടണം എന്ന് മാത്രമല്ല, സുഗന്ധം ആ മുറിയിൽ ഉണ്ടായിരിക്കണം. സുരഭിഭിഹി, സുഗന്ധികളായ ധൂപങ്ങൾ. സുഗന്ധിഭിഹി ധൂപൈഹി, സുഗന്ധങ്ങളായ ധൂപങ്ങളെ കൊണ്ട്. ദീപൈഹി, വിളക്കുകളെ കൊണ്ട്. സ്രഗ്ഗന്ധൈഹി അപി, സ്രഗ്ഗന്ധൈരപി, സ്രഗ്ഗമാല, ഗന്ധം ചന്ദനം. സ്രഗ്ഗന്ധൈഹി അപി, അവകളാലും മണ്ഡിതം, അലങ്കരിക്കപ്പെട്ടത്. മണ്ഡിതം. ആ വീട് വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട് അലങ്കരിച്ചതാണ്. കാമത്തെ വളർത്തിയെടുക്കാൻ പാകത്തിനുള്ള ചിത്രങ്ങൾ ഭിത്തികളിൽ തൂക്കിയിട്ടുണ്ട്. മുത്തുമാലകളും അവയുടെ പതക്കവും കൊണ്ട് കട്ടിലും കസേരയും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട്. സുഗന്ധങ്ങളായ ധൂപങ്ങൾ ആ മുറിക്കകത്ത് കൂട്ടിയിട്ടുണ്ട്. ധാരാളം ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. സർക്കു കൊണ്ടും ഗന്ധം കൊണ്ടും മാല കൊണ്ടും ചന്ദനം കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. മണ്ഡിതം, അലങ്കരിച്ചതുമാണ് ആ സൈലന്ധിയുടെ ഗൃഹം. ഭഗവാനെ സ്വീകരിക്കാൻ ഇത്രയൊക്കെയാണ്
വേണ്ടത് എന്നർത്ഥം. കാരണം ആ വീട് ഭഗവാനെ കയറിയിരിക്കാൻ പര്യാപ്തമാവണം. പിന്നെ ഇവളുടെ ആഗ്രഹം സാധിക്കാൻ പാകത്തിനുള്ള വസ്തുക്കൾ ഇതിനകത്തുണ്ടാകണം. കട്ടിലും കസേരയും ഒക്കെ തൂത്ത് വൃത്തിയാക്കിയെന്ന് മാത്രമല്ല, മുത്തുമാലകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചു, ധൂപങ്ങൾ കൊണ്ട് ധൂപിച്ചു, ദീപങ്ങൾ ധാരാളം ഉണ്ടാക്കി, മാലയും ചന്ദനവും ഒക്കെ ധാരാളം ഉണ്ടാക്കി ആ ഗൃഹം മുഴുവൻ സുരഭിലമാക്കി, സുഗന്ധപൂരിതമാക്കി ആ ഫൈനന്തി ഭഗവാനെ കാത്തിരുന്നത്. മഹാർഹോപസ്കരൈരഢ്യം കാമോപായോപബൃംഹിതം മുക്താദാമപതാകാഭിഃ വിതാനശയനാസനൈഃ ധൂപൈഃ ഫുരഭിഭിർദീപൈഃ സർഗന്ധൈരപി മണ്ഡിതം. മഹാർഹോപസ്കരൈരഢ്യം കാമോപായോപബൃംഹിതം മുക്താദാമപതാകാഭിഃ വിതാനശയനാസനൈഃ ധൂപൈഃ ഫുരഭിഭിർദീപൈഃ സർഗന്ധൈരപി മണ്ഡിതം. മഹാർഹോപസ്കരൈരഢ്യം കാമോപായോപബൃംഹിതം മുക്താദാമപതാകാഭിഃ വിതാനശയനാസനൈഃ ധൂപൈഃ ഫുരഭിഭിർദീപൈഃ സർഗന്ധൈരപി മണ്ഡിതം. ഗന്ധമായാന്തമവേക്ഷ്യ ഫാസനാദ് സദ്യഃ സമുത്ഥായ ഹി ജാതസംഭ്രമാം യഥോപസംഗമ്യ സഖീഭിരച്യുതം സഭാജയാമാസ സദാസനാദിഭിഃ. ഗൃഹം തം ആയാന്തം, ഗൃഹം ആയാന്തം തം വീട്ടിലേക്ക് വരുന്ന അവനെ, ഗൃഹം തമായാന്തം, ഗൃഹം ആയാന്തം തം വീട്ടിലേക്ക് വരുന്ന അവനെ അപേക്ഷ കണ്ടിട്ട്, ഭഗവാൻ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി നിന്ന് കണ്ടപ്പോൾ സാ ആസന, അവൾ ആസനത്തിൽ നിന്നും, കൂട്ടിച്ചേർക്കുമ്പോൾ സാസനാതെന്ന് വരും. സാ എന്നുവെച്ചാൽ അവൾ, ആസനാദ് പീഠത്തിൽ നിന്നും, സാസനാദ് അവൾ പീഠത്തിൽ നിന്നും, സദ്യ പെട്ടെന്ന്, സമുത്ഥായ എഴുന്നേറ്റിട്ട്, സമുത്ഥായ എഴുന്നേറ്റിട്ട്, ഹേ തീർച്ചയായും, ജാതസംഭ്രമ ഉണ്ടായ സംഭ്രമത്തോടെ കയറി വരുന്ന ഭഗവാനെ കണ്ടിട്ട് അവൾ ആസനത്തിൽ നിന്നും പീഠത്തിൽ നിന്നും വളരെ വേഗം എഴുന്നേറ്റു. ഭഗവാൻ കയറി വന്നപ്പോൾ സംഭ്രമം ഉണ്ടായി. കാരണം ഭഗവാൻ ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഒരതിഥി ചെയ്യുന്ന പോലെ ചെല്ലുന്ന പോലെ അല്ല. ഇവളുടെ ജീവിത സ്വരൂപമായി കരുതിയിരുന്ന ഭഗവാൻ, കംസാദി നിഗ്രഹം കൊണ്ട് സകലമാനവർക്കും ഭഗവാന്റെ മഹാത്മ്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞവനായ ഭഗവാൻ, ഇങ്ങനെയൊക്കെയുള്ള ഭഗവാൻ തന്റെ വീട്ടിലേക്ക് കയറി വരുന്നു എന്ന് കണ്ടപ്പോൾ തം ഗൃഹമായാന്തം അപേക്ഷ സാ ആസനാദ് സദ്യസമുത്ഥായ ഹി ജാതസംഭ്രമ യഥാ ഉപസംഗമ്യ സഖീഭിഃ അച്യുതം. യഥാ എപ്രകാരമാണെങ്കിൽ, ഉപസംഗമ്യ അടുക്കലെത്തിയിട്ട്, ഉപസംഗമ്യ അടുത്ത് എത്തിയിട്ട്, സഖീഭിഹി സഖികളോടൊപ്പം, ഒറ്റക്കല്ല സഖികളോടൊപ്പം അടുക്കൽ ചെന്നിട്ട്, അച്യുതം അച്യുതനായ ഭഗവാനെ സഭാജയാമാസ സ്വീകരിച്ചു. സഭാജയാമാസ സ്വീകരിച്ചു എന്ന് പറയാം. അച്യുതം സഭാജയാമാസ അച്യുതനെ സ്വീകരിച്ചു. സത് ആസനാദിഭി നല്ല പീഠങ്ങളാദികളാൽ, സത് ആസനാദിഭി സത്തായ ഏറ്റവും നല്ല ആസന ആദികളാൽ, ആസനം പീഠം, ഭഗവാനെ പൂജിച്ചത് ഏറ്റവും നല്ല പീഠം, അതിൽ വിരിച്ചിരിക്കുന്ന അതിനേക്കാൾ സുന്ദരമായ വസ്തുക്കൾ,
കാല് കഴുകാൻ ഉപയോഗിക്കുന്ന കിണ്ടിയും പാത്രങ്ങളും ഒക്കെ ഏറ്റവും അത്ഭുതകരമായ പാത്രങ്ങൾ. ഇങ്ങനെ അവൾ നല്ല ആസന ആദികളെ കൊണ്ട് ഇരിപ്പിടം മാത്രമല്ല, ബാക്കി സൽക്കരിക്കാനുള്ള സമസ്ത വിഭവങ്ങളും നന്നായി ഒരുക്കിയിട്ട് സഖിമാരോടൊപ്പം ഭഗവാനെ സഭാജയാമാസ സ്വീകരിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു. ഗൃഹം തമായന്തമവേക്ഷ്യസാസനാത് സദ്യ സമുത്ഥായ ഹിജാത സംഭ്രമാ യഥോപസംഗമ്യ സഖീഭിരച്യുതം സഭാജയാമാസ സദാസനാദിഭിः. ഗൃഹം തമായന്തമവേക്ഷ്യസാസനാത് സദ്യ സമുത്ഥായ ഹിജാത സംഭ്രമാ യഥോപസംഗമ്യ സഖീഭിരച്യുതം സഭാജയാമാസ സദാസനാദിഭിः. ഗൃഹം തമായന്തമവേക്ഷ്യസാസനാത് സദ്യ സമുത്ഥായ ഹിജാത സംഭ്രമാം യഥോപസംഗമ്യ സഖീഭിരച്യുതം സഭാജയാമാസ സദാസനാദിഭിः. തഥോദ്ഭവ സാധു തയാഭിപൂജിതോ നിഷീദദുർവ്യാമഭിമൃശ്യ ചാസനം കൃഷ്ണോപിതൂർണം ശയനം മഹാധനം വിവേശ ലോകാചരിതന്യനൂവ്രത. തഥാ ഉദ്ധവ, ഉദ്ധവനും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ഒറ്റക്കല്ല സൈരന്ധിയുടെ ഗൃഹത്തിലേക്ക് ചെന്നത്, ഉദ്ധവന് കൂടെ ഉണ്ടായിരുന്നു. തഥാ ഉദ്ധവ, അപ്രകാരം ഉദ്ധവൻ സാധു നന്നായി തയാ അഭിപൂജിത, അവളാൽ പൂജിക്കപ്പെട്ടവൻ. കൃഷ്ണനെ മാത്രമല്ല, കൂടെ വന്ന ഉദ്ധവനെയും പൂജിച്ചു. തയാ അഭിപൂജിത, അവളാൽ പൂജിക്കപ്പെട്ടവനായ ഉദ്ധവനെ. ന്യഷീദത് ഉർവ്യാം അഭിമർശ്യ, ന്യഷീദത് ഇരുന്നു, ന്യഷീദത് ഉർവ്യാം നിലത്ത് താഴെ, അഭിമർശ്യ സ്പർശിച്ചിട്ട് തൊട്ടിട്ട്, ച ആസന പീഠത്തെ. നിഷീദ ദുർവ്യാം അഭിമൃശ്യജാസനം. ഉദ്ധവർക്കും അവൾ പ്രത്യേകം ഒരു പീഠം അലങ്കരിച്ചൊരുക്കി ഉദ്ധവരോടും അതിലിരിക്കാൻ സൈരന്ധ്രി അപേക്ഷിച്ചു. ഉദ്ധവർ ആ അപേക്ഷ സ്വീകരിച്ചു. ആയിക്കോട്ടെ, ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൾ കൊടുത്ത പീഠത്തേൽ ഒന്ന് തൊട്ടു. തൊട്ടതിനർത്ഥം പീഠം സ്വീകരിച്ചു. അതിഥിയായിട്ട് കയറി ചെല്ലുമ്പോൾ ആതിഥേയർ നൽകുന്ന ആതിഥ്യത്തെ തിരസ്കരിക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് പീഠം കാണിച്ചു കൊടുത്തപ്പോൾ ആ പീഠത്തെ തൊട്ട് അത് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉദ്ധവർ താഴെ നിലത്തിരുന്നു. ഉർവ്യാം നിലത്ത്, നിഷീദത് ഇരുന്നു. ഇതൊരു ആതിഥ്യ മര്യാദയുടെ ഭാഗമാണ്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കസേര നീക്കിയിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാതിരിക്കുന്നത് അവരോടുള്ള നിന്ദയുടെ ഭാഗമായി മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം അതിഥിയുടെ ഇച്ഛ അനുസരിച്ചിട്ട് ആ പീഠത്തിൽ, ആ കസേരയിൽ ഇരിക്കണം. അതൊരു സാമാന്യ മര്യാദയാണ്. ഇനിയും കയറി വരുന്ന അതിഥി ആതിഥേയനേക്കാൾ വളരെ ചെറുതാണ്, നിസ്സാരനാണ് എന്നൊക്കെയാണ് ഇയാൾക്ക് തോന്നുന്നത് എങ്കിൽ അയാൾ ആ പീഠം കൈകൊണ്ട് തൊട്ടിട്ട് ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് കാണിച്ചിട്ട് നിലത്തിരിക്കാം. അപ്പൊ കൊടുത്തത് വാങ്ങിയിട്ട് വേണം അതവിടെ വെച്ചിട്ട് ഇന്ന് എന്ത് ചെയ്യണം, വീണ്ടും നിലത്തിരിക്കണം. അതായത് ഈ കസേരയിൽ വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടിടത്ത് ഞാൻ ഇരിക്കുന്നത് വാസ്തവത്തിൽ ഒരു സുഖമല്ലാതെ. ഒരു ഗൃഹത്തിൽ കയറി ചെല്ലുമ്പോൾ ആതിഥേയൻ നൽകുന്ന പീഠത്തിൽ തന്നെ ഇരിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ആ പീഠം സ്വീകരിച്ചിട്ട്
ഇനിയും ഞാൻ താഴെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് താഴെയിരിക്കാം. ആ ആതിഥേയൻ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കില്ല. നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റിടത്ത് പോയിരിക്കും. അതൊരു നിന്ദയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സൈരന്ധ്രിയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഉദ്ധവരും സൈരന്ധ്രിയും തമ്മിലുള്ള ആ സ്വീകരണ സമ്മേളനത്തിൽ ഉദ്ധവര് നമ്മോട് ബോധ്യപ്പെടുത്തി, സൈരന്ധ്രിയുടെ കൃഷ്ണനൊപ്പം പീഠത്തിലിരിക്കാൻ ഉദ്ധവർക്കാവില്ല. കാരണം കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞ അധ്യായങ്ങൾ ഉദ്ധവര്. ഇങ്ങനെയുള്ളൊരു മഹായോഗീശ്വരന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല, തനിക്ക് താഴെ ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ സൈരന്ധ്രിയുടെ ആതിഥ്യ മര്യാദ പാലിക്കാതിരിക്കാനും പറ്റില്ല. പീഠം കൊടുത്താൽ വേണ്ടെന്ന് പറയാൻ പറ്റില്ല, സ്വീകരിക്കണം. ഒന്നെന്ത് ചെയ്തു, കൈ തൊട്ട് അത് വാങ്ങി സ്വീകരിച്ചു. എന്നിട്ട് അതവിടെ വെച്ചിട്ട് താഴെ. അതാണ് ഒരു ആതിഥ്യ മര്യാദയുടെ ഭാഗം എന്ന് ഉദ്ധവര് കാണിച്ചിരിക്കുകയാണ്. തഥോത്ഥവസ്വാധുതയാഭിഭൂജിതോ നിഷീദുർവ്യാമഭിമർശ്യജാസനം. കൃഷ്ണോവി കൃഷ്ണനാകട്ടെ തൂർണം നിശ്ചയമായിട്ടും ശയനം മഹാധനം. ശയനം ശയനത്തെ, ശയനം വെച്ച കിടക്കെ, മഹാധനം നല്ല വിലപിടിപ്പുള്ള കിടക്ക, വലിയ ധനം ചെലവാകുന്ന നല്ല ഏറ്റവും കൂടിയ കിടക്ക, അതിലേക്ക് പ്രവേശിച്ചു ഇരുന്നു. ലോകാചരിതാനി അനുവൃത, ലോകത്തിന്റെ ആചാരങ്ങളെ അനുസരിക്കുന്നവനായിട്ട്, ലോകാചരിതാനി അനുവൃത, ലോകാചരണങ്ങളെ അനുസരിക്കുന്നവനായിട്ട്, ലോകാചരിതാനി അനുവൃത, ലോകാചരിതങ്ങളെ അനുസരിച്ചുകൊണ്ട് ഭഗവാൻ ആ ഗൃഹത്തിലുള്ള ഏറ്റവും വില കൂടിയ ശയ്യയിൽ തന്നെ കയറിയിരുന്നു എന്നത്. അത് ലോകത്തെ അനുകരിക്കാൻ വേണ്ടിയാണ്, ലോകത്തിന്റെ സമ്പ്രദായത്തെ അനുകരിക്കുന്ന മട്ടിലാണ്. സൈരന്ധ്രി ഭഗവാനെ സ്വീകരിക്കുന്നത് ശയ്യയിൽ അവളുടെ കൂടെ കിടക്കാനാണ്. ഇത് ഭഗവാൻ അറിയാവുന്ന കൊണ്ട് തന്നെ ഭഗവാൻ കിടക്കയിൽ തന്നെ കയറിയിരുന്നു. കസേരയിൽ പീഠത്തിൽ ഇരുന്നില്ല എന്നർത്ഥം. കാരണം ഇവളുടെ ഇച്ഛ ഇതാണെന്ന് കണ്ടിട്ട് ആ കിടക്കയിൽ തന്നെ, അതും എന്ത് കിടക്കയാണ്? വിലപിടിപ്പുള്ള കിടക്കയാണ്. കൃഷ്ണോപി തൂർണം ശയനം മഹാധനം വിവേശ ലോകാചരിതാനി അനുവൃത, ലോകാചരണങ്ങളെ അനുസരിക്കുന്നവനായ ഭഗവാൻ. നോക്കോളൂ, അവതാര സ്വരൂപത്തിൽ അവതരിച്ചവരാണ് ഇവരൊക്കെ. എങ്കിലും ലോക സ്വഭാവത്തെ പൂർത്തീകരിക്കേണ്ട, അനുകരിക്കേണ്ട ജോലി അവർക്കാണ്. അവരങ്ങനെ തന്നെ ചെയ്തു എന്ന് കാണിക്കലാണ്. തഥോദ്ധവസ്വാധുതയാഭിഭൂജിതോ നിഷീദുർവ്യാമഭിമർശ്യജാസനം. കൃഷ്ണോപി തൂർണം ശയനം മഹാധനം വിവേശലോകാചരിതന്യനുവൃത. തഥോദ്ധവസ്വാധുതയാഭിഭൂജിതോ നിഷീദുർവ്യാമഭിമർശ്യജാസനം. കൃഷ്ണോപി തൂർണം ശയനം മഹാധനം വിവേശലോകാചരിതന്യനുവൃത. സാമജ്ജനാലേപതുകൂലഭൂഷണ സ്രഗന്ധതാംബൂലസുധാസവാദിഭിः പ്രസാധിതാത്മോപസസാരമാധവം സ്വപ്രീഡലീലോസ്മിതവിഭ്രമേക്ഷിതൈ. അവൾ മജ്ജന ആലേപ ദുകൂല ഭൂഷണ സ്രഗ് ഗന്ധ താംബൂല സുധാസവ ആദിഭി, എന്തൊക്കെ അണിഞ്ഞു സ്വീകരിച്ചു കൊണ്ടാണ് അവൾ ഭഗവാന്റെ മുമ്പിലേക്ക് ചെന്നതെന്ന് പറയാൻ പുറപ്പെടുക. ആദ്യം അവൾ എന്ത് ചെയ്തു? കുളിച്ചു. മജ്ജനം ചെയ്താൽ മുങ്ങി കുളിക്കുക, കുളിച്ചു. ആലേപങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ ദേഹത്ത് പൂശുക. ചന്ദനം, അഗരു, പനിനീര് തുടങ്ങിയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ആലേപനങ്ങൾ ചെയ്തിട്ട്
ദുകൂല പട്ടുവസ്ത്രം എടുത്തിട്ട് ഭൂഷണം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് സൃക്ക് ഗന്ധ താംബൂല സുധാസവ ആദിതി സൃക്ക് മാല ഗന്ധതാം താംബൂലം സുഗന്ധപൂരിതമായ വെറ്റില സുധാസവം അമൃതുപോലെ മഹാത്മ്യമേറിയ ആസവങ്ങൾ ആസവത്തിന് തേൻ പോലെയുള്ള വസ്തുക്കൾ എന്ന് അതായത് രതിലീലകൾക്ക് ആവശ്യമായ ഉത്തേജനം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആസവങ്ങൾ. ഈ ആസവം എന്നുള്ളത് അരിഷ്ടം പോലെയുള്ളതല്ല, മധുരമുള്ളതാണ്. അത് മദ്യം പോലെ മയക്കുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ മറ്റെല്ലാം മറന്ന് ഒന്നിലേക്ക് തന്നെ ലയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലഹരി പദാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ചുരുക്കമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പാലാക്കിയിരിക്കുന്നത്. അതും ഒരു ഉത്തേജനം ഉണ്ടാക്കുന്നതാണ്. പാലായാലും ചായ ആയാലും കാപ്പി ആയാലും ഒക്കെ. അങ്ങനെ രതി ഉത്തേജനത്തിന് ആവശ്യമായ ആസവവും കഴിച്ചുകൊണ്ടേ കുളിച്ച് ആലേപനങ്ങൾ ചാർത്തി പട്ടുവസ്ത്രം ധരിച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മാല ധരിച്ച് സുഗന്ധമായ താമ്പൂലം വായിൽ ചവച്ചുകൊണ്ട് അമൃതുപോലെയുള്ള ആസവങ്ങൾ പാനം ചെയ്തിട്ട് പ്രസാദിത ആത്മോപസാര മാധവം പ്രസാദിതം അലങ്കരിക്കപ്പെട്ടവൾ ഒരുങ്ങിയവൾ നർത്ഥം. ആത്മാർത്ഥ തന്റെ ശരീരം നർത്ഥം. പ്രസാദിത ആത്മാ അലങ്കരിച്ച ഒരുങ്ങിയ ശരീരത്തോടെ പ്രസാദിതാത്മാ ഉപസസാര അടുത്തേക്ക് ചെന്നു. ഉപസസാര അടുത്തേക്ക് ചെന്നു. ആരുടെ അടുത്തേക്ക്? മാധവം, മാധവന്റെ അടുത്തേക്ക്. അവൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. മജ്ജനാലേപന ദുകൂല ഭൂഷണ സുഗന്ധ താമ്പൂലാസവാദികളെ കൊണ്ട് പ്രസാദിതാത്മാവായിട്ട് തന്റെ ശരീരത്തെ അലങ്കരിച്ചൊരുക്കിയവളായ അവൾ മാധവം ഉപസസാര മാധവന്റെ അടുത്തേക്ക് എത്തി. സവ്രീഡ ലീലോത്സ്മിത വിഭ്രമക്ഷിത സവ്രീഡം ലജ്ജയോടുകൂടി. വ്രീഡ ലജ്ജ, സവ്രീഡം ലജ്ജയോടുകൂടി. സവ്രീഡ ലേല കളി. ഉസ്മിതം പുഞ്ചിരി. വിഭ്രമചേഷ്ടിതൈഹി വിലാസചേഷ്ടിതങ്ങളെ കൊണ്ട്, വിഭ്രമമുണ്ടാക്കുന്ന ചേഷ്ടകളെ കൊണ്ട്. സാറേ വിഭ്രമേക്ഷിതയിന്നല്ലേ? വിഭ്രമങ്ങളായ ഈക്ഷിതങ്ങളെ കൊണ്ട്, നോട്ടങ്ങളെ കൊണ്ട്. ലജ്ജയുണ്ടാക്കുന്നതും ലീലയായും പുഞ്ചിരിയോടുകൂടിയതും വിഭ്രമം ഉണ്ടാക്കുന്നതുമായ നോട്ടങ്ങളെ കൊണ്ട്. സവ്രീഡ ലീലോത്സ്മിത വിഭ്രമേക്ഷിതൈ. അവൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തി. ഭഗവാനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ലജ്ജയുണ്ട്. ലജ്ജ പുറത്തു വരുന്നത് ഉള്ളിലുള്ള രതിയുടെ കാമത്തിന്റെ ഒരു അടയാളമാണ്.
ഫബ്രീഡ ലീല ഉഷ്പിതം കളിയായിട്ട് ഒന്ന് പുഞ്ചിരിച്ച് വിഭ്രമം ഉണ്ടാക്കുന്ന ഒരിടത്ത് ഉറച്ചു നിൽക്കാത്ത കണ്ണ്. ഭഗവാനിലേക്ക് തന്നെ നോക്കി നിൽക്കില്ല. അങ്ങോട്ട് നോക്കും, ഇപ്പുറത്ത് നോക്കും, മുകളിൽ നോക്കും, താഴെ നോക്കും, എടുത്ത് നോക്കും, വലത്ത് നോക്കും, നേരെ നോക്കില്ല. നേരെ നോക്കാത്തതിന് കാരണം ലജ്ജ. ഇങ്ങനെ നേരിട്ട് നോക്കാനാവാതെ ലജ്ജയോടെ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മാധവം ഉപസസാര മാധവനടുത്തേക്ക് എത്തിച്ചേർന്നു. ഫാമജ്ജനാലേപതുകൂലഭൂഷണ സ്രഗന്ധതാംബൂലസുധാഫവാദിഭിः പ്രസാധിതാത്മോപസാരമാധവം സ്വപ്രീഡലീലോസ്മിതവിഭ്രമേക്ഷിതൈ. ഫാമജ്ജനാലേപതുകൂലഭൂഷണ സ്രഗന്ധതാംബൂലസുധാഫവാദിഭിः പ്രസാധിതാത്മോപസാരമാധവം സ്വപ്രീഡലീലോസ്മിതവിഭ്രമേക്ഷിതൈ. ഫാമജ്ജനാലേവതുകൂലഭൂഷണം സ്രഗന്ധതാംബൂലസുധാഫവാദിഭിः പ്രസാധിതാത്മോപസാരമാധവം സ്വപ്രീഡലീലോസ്മിതവിഭ്രമേക്ഷിതൈ. आहूय कान्तां नवसङ्गमक्रियां विसङ्गितं कङ्गणभूषिते करे प्रगृह्य शय्यामधिवेश्य रामयां രേമേനുലേപാർപ്പണമുന്നലേശയാം. ആഹൂയ വിളിച്ചിട്ട് കാന്തം കാന്തനായ ഭഗവാനെ. കാന്തൻ ആകർഷണ സ്വഭാവൻ എന്നാണ്. അങ്ങനെയാണ് കാന്തം എന്നൊക്കെ പേര് വന്നത്. കാന്താം ആകർഷണ സ്വഭാവയായ തന്റെ കാന്തയെ, സുന്ദരിയായ അവളെ. നവസംഗമക്രിയ പുതിയ സംഗമത്തോട് ഒപ്പം ഉള്ള ലജ്ജ കൊണ്ട്, ഹ്രിയ ലജ്ജകൾ. വ്രീഡ ലജ്ജയാണ്, ഹ്രീ ലജ്ജയാണ്. ഇവിടെ ഹ്രിയ എന്ന തൃതീയ ഏകവചനമാണ്. നവസംഗമക്രിയ ആദ്യമായും ഒരു കാമുകൻ ഭർത്താവാകുമ്പോൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലജ്ജയുണ്ട്. ആ ലജ്ജയോടെ, വിശങ്കിതാം ശങ്കയോടെ, കങ്കണഭൂഷിതേകരെ വള കൊണ്ട് അലങ്കരിച്ച കരത്തിൽ, കങ്കണം വള, കങ്കണഭൂഷിതേകരെ കങ്കണം കൊണ്ട് ഭൂഷിതമായ കരത്തിൽ പ്രഗൃഹ്യ പിടിച്ചിട്ട്, ശയ്യാമധിവേശ്യ കിടക്കയിലേക്ക് ഇരുത്തിയിട്ട്, ശയ്യാം അധിവേശ്യ കിടക്കയിലേക്ക് ഇരുത്തിയിട്ട്, രാമയ ആ രാമയോടൊപ്പം. ഇവിടെ രാമയ്ക്ക് സൈലൻസിനർത്ഥം. രമിപ്പിക്കുന്നവൾ രാമ, രമയല്ല രാമ. പ്രകൃഷ്യ ശയ്യാമധിവേശ്യ രാമയ, സൈലന്ധ്രിയാൽ അടുക്കൽ വന്ന് കൈക്ക് പിടിച്ച് കട്ടിൽ കൊണ്ട് ഇരുത്തിയവനായ ഭഗവാൻ. രേമേ രമിച്ചു അവളോടൊപ്പം. അനുലേപന അർപ്പണ പുണ്യദേശയ. അനുലേപനം എന്ന് വെച്ചാൽ തൊടാനുള്ള വസ്തുക്കൾ, കുറിക്കൂട്ടുകൾ, അനുലേപനങ്ങൾ. അത് അർപ്പിച്ചു എന്നുള്ള ലേശ പുണ്യമുള്ളത് കൊണ്ടാണ് ഇത് പറ്റിയത്. രേമേ അനുലേപാർപ്പണ പുണ്യലേശയ. അനുലേപങ്ങളാകുന്ന ചന്ദനാദികളായ കുറിക്കൂട്ടുകളെ പണ്ട് ഭഗവാന് കൊടുത്തു എന്നുള്ള ഒരൊറ്റ പുണ്യം കൊണ്ട് മധുരയിലേക്ക് ഭഗവാൻ ചെന്നപ്പോൾ വസ്ത്രം കൊടുക്കാൻ മടിച്ച വായവൻ, അലക്കിയ വസ്ത്രം കൊടുക്കാൻ മടിച്ച രചകൻ എന്നിങ്ങനെ പലരുണ്ട്. ആ കൂട്ടത്തിൽ കുബ്ജയെ കണ്ടു. കുബ്ജ കംസന് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നെങ്കിലും കുരുക്കൂട്ടുകളൊക്കെ ഭഗവാന്റെ മുമ്പിൽ വഴിപാടായി തന്നെ സമർപ്പിച്ചു അവൻ. അങ്ങനെ സമർപ്പിച്ചപ്പോൾ കിട്ടി.
ഈ പുണ്യം കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഭഗവാനെ പിടിച്ച് കൂടിയിരുത്താനും കട്ടിലിരുത്താനും ഒക്കെ ഭാഗ്യം ലഭിച്ചത്. ഇതുകൊണ്ട് മാത്രമാണ്. ഇതില്ലാത്തവർക്ക് എങ്ങനെ സാധിക്കുന്ന? അല്പമെങ്കിലും പുണ്യമില്ലാത്തവർക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല, കണ്ടാൽ തന്നെ ഒന്നും തൊടാൻ പറ്റില്ല, ഒന്ന് തൊട്ടാൽ തന്നെ പിടിച്ച് കൂടെ ഇരുത്താൻ പറ്റില്ല, ഒന്ന് കൂടെ കിടത്താൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പക്ഷേ ഈ സൈരന്ധ്രിക്ക് ഈ ഒരു ഭാഗ്യം ഉണ്ടായത് അന്ന് ചന്ദനമെന്നുള്ള അനുലേപനത്തെ ഭഗവാന് സമർപ്പിച്ചത് കൊണ്ടാണ്. രേമേ അനുലേപർപ്പണ പുണ്യദേശയ, ആ പുണ്യദേശം കൊണ്ടാണ് സാധിച്ചത്. ആഹൂയകാന്തം നവഭുംഗമക്രിയാം വിശങ്കിതം ഗംഗനഭൂഷിതേകരേ പ്രഗൃഹ്യ ശയ്യാമധിവേശ്യരാമയാം രേമേനുലേപർപ്പണ പുണ്യദേശയാം. ആഹൂയകാന്തം നവഭുംഗമക്രിയാം വിശങ്കിതം കങ്കണഭൂഷിതേകരേ പ്രഗൃഹ്യ ശയ്യാമധിവേശ്യരാമയാം രേമേനുലേപർപ്പണ പുണ്യദേശയാം. സാനംഗതപ്തകുചയോരു കുചയോരുരസ്തഥാക്ഷണോർ ജിഘ്രന്ത്യനന്തചരണേന രുജോ മൃജന്തി ദോർഭ്യംസ്തനന്തജഗതം പരിരഭ്യകാന്തം ആനന്ദമൂർത്തിമജഹാദതി ദുഃഖതാപം. സാ അവൾ അനംഗതപ്ത കുചയാ, അനങ്കൻ കാമൻ, കാമത്തെ കൊണ്ട് സന്തപിച്ച കുചയോഹോ രണ്ട് കുചങ്ങളുടെയും ഉരസഹ മാരളത്തിന്റെയും തഥാ അക്ഷണോ അങ്ങനെ കണ്ണുകളുടെയും. സാ അനംഗതപ്ത കുചയോഹോ ഉരസഹ തഥാ അക്ഷണോ. സാനംഗതപ്തകുചയോ ഉരസസ്തഥക്ഷണോ. സാ അവൾ അനംഗതപ്തകുചയോഹോ കാമം കൊണ്ട് സന്തപിച്ച കുചങ്ങളോട് കൂടിയവളായി, ഉരസഹ മാരണത്തോടു കൂടിയവളായി, തഥാ അക്ഷണോഹോ അങ്ങനെ കണ്ണുകൾക്കും അനംഗതപ്തയായി, കണ്ണുകൾക്ക് മാരളത്തിന് കുചങ്ങൾക്ക് ഒക്കെ കാമപരിപീഡ ഏറ്റത് കൊണ്ട് ജിഘ്രന്തി അനന്തചരണേന രുജോ മൃജന്തി. ജിഘ്രന്തി മണക്കുന്നവളായി, അനന്തചരണേന രുജു മൃജന്തി. അനന്തന്റെ ചരണം കൊണ്ട്, ഭഗവാന്റെ പാദം കൊണ്ട്, അനന്തചരണേന രുജഃ വേദനയെ മൃജന്തി തുളച്ചു മാറ്റുന്നതായി, മൃജന്തി തുളച്ചു മാറ്റുന്നതായി. ജിഘ്രന്തി അനന്തചരണേന രുജോ മൃജന്തി. അനന്തന്റെ ചരണങ്ങളെ മണത്തിട്ട് തന്റെ കാമവേദനകളെ തുടച്ചു മാറ്റുന്നവളായി തീർന്നു അവൾ. ഭഗവാനെ പിടിച്ച് കട്ടിൽ അരിക്കണ്ടിരുത്തി ഭഗവാന്റെ പാദങ്ങളിൽ അവൾ ജിഘ്രന്തി മണത്തു, ചുംബിച്ചു. ആ അനന്തനായ ഭഗവാന്റെ ചരണസ്പർശം കൊണ്ട് അവളുടെ രുക്കുകൾ, രുചകൾ, വേദനകൾ മൃജന്തി തുടച്ചു മാറ്റിക്കൊണ്ട്, ദോർഭ്യാം രണ്ട് കൈകൾ കൊണ്ട്, ദോർഭ്യാം സ്തനാന്തരഗതം മാരടത്തിലേക്ക് വീണവളായി, സ്തനാന്തരങ്ങളിലേക്ക് പതിച്ചവളായിട്ട്,
പരിരഭ്യ കാന്തം, കാന്തനെ ആലിംഗനം ചെയ്തിട്ട്. പരിരഭ്യ കാന്തം, കാന്തനെ ആലിംഗനം ചെയ്തിട്ട്. ആനന്ദമൂർത്തിം കാന്തം, ആനന്ദമൂർത്തിയായ ഭഗവാനെ ആലിംഗനം ചെയ്തിട്ട്. പരിരഭ്യകാനം പരിരഭ്യകാന്തം ആനന്ദമൂർത്തിം അജഹാത്, ഉപേക്ഷിച്ചു. അജഹാത്, അതിദീർഘതാപം, വളരെ കാലമായി ഉണ്ടായിരുന്ന താപത്തെ അജഹാത്, ഉപേക്ഷിച്ചു. ഇത്രയും കാലം ഭഗവാനെ കാത്തിരുന്ന വേദന ഇപ്പോൾ ഇല്ലാതായി. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നുവോ ആ കാത്തിരിപ്പിന്റെ ഫലമുണ്ടായാൽ അതുകൊണ്ടുള്ള ഉണ്ടായ വേദന അപ്പത്തന്നെ നഷ്ടപ്പെടും. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി കാത്തിരുന്നുവോ ആ കാത്തിരിപ്പിനുള്ളിൽ ആഗ്രഹിച്ച കാര്യം തിരിച്ചു കിട്ടിയാൽ ഇതുവരെയുള്ള ക്ഷീണം മറന്നുപോകും. പിന്നെ അത് ഓർമ്മിക്കുക പോലും ചെയ്യില്ല. ഓ, ഞാൻ കഷ്ടപ്പെട്ടു, രാവിലെ കഴിച്ചില്ല, ഉച്ചക്ക് കഴിച്ചില്ല, വൈകിട്ടും കഴിക്കാൻ പറ്റിയില്ല, അങ്ങനൊന്നും വിചാരിക്കില്ല ഉദ്ദിഷ്ടഫലം സാധിച്ചാൽ. ഇവിടെയും അങ്ങനെയാണ്. ആനന്ദമൂർത്തി അജഹാത്, അതിദീർഘതാപം. അതിദീർഘതാപം അജഹാത്, വളരെ കാലമായി കാത്തിരുന്ന ദുഃഖമാണിത്, ഭഗവാനെ ഒന്ന് കണ്ടുകിട്ടാൻ. മധുരയിലേക്ക് വന്നെങ്കിലും കംസന്റെ രാജധാനിയിലേക്ക് കയറിപ്പോയി കൃഷ്ണനെ പിന്നെ കിട്ടാനില്ല. 2-3 മാസമായി. കംസനെ കൊന്ന് അച്ഛനമ്മയുടെ കൃപയെ അവരൊക്കെ ആശ്വസിപ്പിച്ച് ബുദ്ധവരെയും പറഞ്ഞു വെച്ച് പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 10-64 ദിവസം ചെലവഴിച്ച് ഇങ്ങനെ കുറേ ദിവസങ്ങളായി സൈലന്ധിയുമായിട്ടുള്ള വിരഹത്തെ അനുഭവിച്ചു കൊണ്ടിരുന്നവനാണ്. അങ്ങനെയുള്ള ആനന്ദമൂർത്തിയെ പരിരഭ്യ, ആലിംഗനം ചെയ്തു. കാന്തം ആനന്ദമൂർത്തിം പരിരഭ്യ, കാന്തനായ ആനന്ദമൂർത്തിയെ ആലിംഗനം ചെയ്തിട്ട്. അതിദീർഘതാപം അജഹാത്, വളരെ കാലമായി ഉണ്ടായിരുന്ന താപത്തെ അജഹാത്, ഉപേക്ഷിച്ചു. ഫാനംഗതപ്തകുചയോരുരസസ്തഥാക്ഷ്ണോ, ഫാനംഗതപ്തകുചയോരുരസസ്തഥാക്ഷ്ണോ, ഫാ അനംഗതപ്തകുചയോഃ ഉരസഃ തഥാ അക്ഷ്ണോ, ഫാ അനംഗതപ്തകുചയോരുരസസ്തഥാക്ഷ്ണോ വിഘ്നന്ത്യനന്തചരണേന രുജോ മൃജന്തി ദോർഭ്യംസ്തനാന്തരഗതം പരിരഭ്യകാന്തം ആനന്ദമൂർത്തിമജഹാദതിദീർഘതാപം. ഫാനംഗതപ്തകുചയോരുരസസ്തഥാക്ഷ്ണോ വിഘ്നന്ത്യനന്തചരണേന രുജോ മൃജന്തി ദോർഭ്യംസ്തനാന്തരഗതം പരിരഭ്യകാന്തം ആനന്ദമൂർത്തിമജഹാദതിദീർഘതാപം. ഫാനംഗതപ്തകുചയോരുരസസ്തഥാക്ഷ്ണോ വിഘ്നന്ത്യനന്തചരണേന രുജോ മൃജന്തി ദോർഭ്യംസ്തനാന്തരഗതം പരിരഭ്യകാന്തം ആനന്ദമൂർത്തിമജഹാദ അതിദീർഘതാപം. സൈവം കൈവല്യനാഥം തം പ്രാപ്യദുസ്ത്രാപമീശ്വരം. അംഗരാഗർപ്പണേനാഹോ ദുഃഖഗേദമയാചതാം. ഫാ ഏവം സൈവം, അവൾ ഇങ്ങനെ. ഫാ ഏവം സൈവം, അവൾ ഇപ്രകാരം. കൈവല്യനാഥം തം പ്രാപ്യ, ആ കൈവല്യനാഥനെ പ്രാപിച്ചിട്ട്. മോക്ഷം കൊടുക്കുന്നവനായ ഭഗവാൻ, കൈവല്യം മോക്ഷമാണ്. കൈവല്യനാഥൻ, മോക്ഷത്തെ പരിരക്ഷിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവൻ എന്നർത്ഥം പറയാവുന്നേ ഉള്ളൂ. കൈവല്യനാഥൻ തം, അവനെ
പ്രാപിച്ചിട്ട് ദുഷ്പ്രാപം ഈശ്വരം കൈവല്യനാഥം തം പ്രാപ്യ. ദുഷ്പ്രാപം പ്രാപിക്കാൻ വിഷമനായ ഭഗവാനെ, പ്രാപിക്കാൻ പറ്റില്ല എന്നില്ല, ദുഷ്പ്രാപമാണ്, അപ്രാപ്യമല്ല, സുപ്രാപ്യവുമല്ല, ദുഷ്പ്രാപ്യമാണ്. വിഷമിച്ചേ കണ്ടെത്താൻ കഴിയുള്ളൂ. എത്രയോ മഹർഷിമാര് എത്ര വർഷങ്ങൾ തപസ്സു ചെയ്തിട്ടും കണ്ടെത്താത്തവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ദുഷ്പ്രാപനാണ് എന്ന് പറയാൻ കാരണം. ദുഷ്പ്രാപം ഈശ്വരം തം കൈവല്യനാഥം. ദുഷ്പ്രാപനും ഈശ്വരനും കൈവല്യനാഥനുമായ അവനെ പ്രാപിച്ചിട്ട് അംഗരാഗ അർപ്പണേന അഹോ ദുർഭഗ ഇദം അയാചത. അംഗരാഗ അർപ്പണേന, അംഗരാഗത്തിന്റെ അർപ്പണം കൊണ്ട്, കുറിക്കൂട്ട് കൊടുത്തതുകൊണ്ട്, അംഗരാഗർപ്പണേന കുറിക്കൂട്ട് കൊടുത്തതുകൊണ്ട്, അഹോ ആശ്ചര്യം തന്നെ, ദുർഭഗ ഇദം അയാചത, ദുർഭഗേദമയാചത. ദുർഭഗയായ അവൾ, ഭാഗ്യഹീനയായ, ഭാഗ്യത്തിന് വിഷമമുള്ളവളായ അവൾ, ദുർഭഗ ഇദം അയാചത, ഇതിനെ ചോദിച്ചു. ദുർഭഗേദമയാചത, ദുർഭഗ ഇദം അയാചത. ദുർഭഗയായ അവൾ ഇങ്ങനെ ഭഗവാനോട് ചോദിച്ചു എന്ന്. ഇങ്ങനെ കൈവല്യനാഥനായ ദുഷ്പ്രാപനായ ഈശ്വരനെ പ്രാപിച്ചിട്ട് താൻ ഇതിനു മുമ്പുള്ള അംഗരാഗ സമർപ്പണം കൊണ്ട് അംഗരാഗത്തെ സമർപ്പിച്ചെങ്കിലും തനിക്ക് ഭഗവാനെ ഇതുവരെ പ്രാപിക്കാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ദുർഭഗ എന്നുള്ളത്. ഭാഗ്യഹീനയായ, ഭാഗ്യം കുറഞ്ഞവനായ അവൾ, ആ ദുർഭഗ ഇതം അയാചത, ഇങ്ങനെ ഭഗവാനോട് യാചിച്ചു. സൈവം കൈവല്യനാഥം തം പ്രാപ്യ ദുഷ്പ്രാപമീശ്വരം അംഗരാഗാർപ്പണേനാഹോ ദുർഭഗേദമയാചതാം. സൈവം കൈവല്യനാഥം തം പ്രാപ്യ ദുഷ്പ്രാപമീശ്വരം അംഗരാഗാർപ്പണേന ആഹോ ദുർഭഗേദമയാചതാം. സൈവം കൈവല്യനാഥം തം പ്രാപ്യ ദുഷ്പ്രാപമീശ്വരം അംഗരാഗാർപ്പണേനാഹോ ദുർഭഗേദമയാചതാം. ഫൈരന്ധ്രി ഉവാച, ഫൈരന്ധ്രി പറഞ്ഞു, ആഹോഷ്യതാമിഹ പ്രേഷ്ഠാം ദിനാനി കതിജിന്മയാ രമസ്വ നോത്സഹേ തിക്തും സംഗം തേ അംബുരുഹ ക്ഷമ. ആഹ ഉഷ്യതാം ഇഹ, ആഹോഷ്യതാമിഹ, ആഹ പറഞ്ഞു, ഉഷ്യതാം വസിക്കൂ, താമസിക്കൂ, ഇഹ ഇവിടെ. ആഹ ഉഷ്യതാം ഇഹ, ആഹോഷ്യതാമിഹ. ആഹ പറഞ്ഞു, ഇഹ ഉഷ്യതാം ഇതി ആഹ, ഇവിടെ താമസിക്കൂ കുറച്ചു ദിവസം എന്ന് പറഞ്ഞു. ഹേ പ്രേഷ്ഠ, പ്രേഷ്ഠൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, പ്രിയതമൻ, ശ്രേഷ്ഠൻ. ഹേ പ്രേഷ്ഠ, ഇഹ ഉഷ്യതാം ഇഹ ആഹ, ഇവിടെ താമസിക്കൂ എന്ന്. എങ്ങനെ? ദിനാനി കതിചിന്മയ, കതിചിത് ദിനാനി, ഏതാനും ചില ദിവസങ്ങൾ, മയ എന്നോടൊപ്പം. ദിനാനി കതിചിത് മയാ, കതിചിത് ദിനാനി മയാ ഉഷ്യതാം ഇഹ, ഏതാനും ചില ദിവസങ്ങൾ എന്നോടൊപ്പം ഇവിടെ താമസിക്കൂ എന്ന്
പ്രേഷ്ഠനായ ഭഗവാനോട് അവൾ പറഞ്ഞു, ആഹോഷ്യതാമിഹ പ്രേഷ്ഠ ദിനാനി കതിചിന്മയാം രമസ്വ ന ഉത്സഹേ തെക്തും. രമസ്വ, എന്നോടൊപ്പം രമിക്കൂ. ന ഉത്സഹേ, ശക്തനല്ല, ശക്തയല്ല. ഉത്സഹേ, ഞാൻ ശക്തയാകുന്നു. ന ഉത്സഹേ, ഞാൻ ശക്തയാകുന്നില്ല. തെക്തും സംഘം, അങ്ങയോടുള്ള സംഘത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് ശക്തിയില്ല. സംഘം തെക്തും ന ഉത്സഹേ, സംഘത്തെ ഉപേക്ഷിക്കുവാൻ ഞാൻ ശക്തനല്ല. തേ, അങ്ങയുടെ അമ്പുരുഹേക്ഷണ, ഹേ താമരക്കണ്ണം. അമ്പുരുഹേക്ഷണം, അമ്പുരുഹം താമര, അമ്പുരുഹേക്ഷണൻ താമരക്കണ്ണൻ. ഹേ അമ്പുരുഹേക്ഷണ, എന്നോടൊപ്പം ചില ദിവസങ്ങൾ ഇവിടെ താമസിക്കൂ, എന്നോടൊപ്പം രമിക്കൂ. അങ്ങയെ ഉപേക്ഷിക്കുവാൻ ഞാൻ ശക്തയല്ല എന്ന് ഭഗവാനോട് കൂടിച്ചേരാനുള്ള ആകാംക്ഷ അവൾ അറിയിച്ചു. അങ്ങയോടുള്ള സംഘത്തെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല എന്നാണ്. ഭഗവാനുള്ള സംഘം എനിക്ക് വേണ്ടത് വെക്കാൻ പറ്റില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ല, മറ്റൊന്നും തടസ്സമല്ല, എനിക്കതാവില്ല. അതുകൊണ്ട് അങ്ങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവണം, കുറച്ച് ദിവസങ്ങളിൽ താമസിച്ചിട്ട് പോകും എന്നവൾ അപേക്ഷിച്ചപ്പോൾ, ആഹോഷ്യതാമിഹ പ്രേഷ്ഠ ദിനാനി കതിചിന്മയാം രമസ്വനോത്സഹേ തെക്തും സംഘം തെമ്പുരുഹേക്ഷണാം. ആഹോഷ്യതാമിഹ പ്രേഷ്ഠ ദിനാനി കതിചിന്മയാം രമസ്വനോത്സഹേ തെക്തും സംഘം തെമ്പുരുഹേക്ഷണാം. ആഹോഷ്യതാമിഹ പ്രേഷ്ഠ ദിനാനി കതിചിന്മയാം രമസ്വനോത്സഹേ തെക്തും സംഘം തെമ്പുരുഹേക്ഷണാം. തസ്യൈകാമപരം ദത്വാം മാനയിത്വാ ച മാനദഃ സഹോദ്ധവേന സർവേശ സുധാമാഗമദർച്ചിതം. തസ്യൈ, അവൾക്കായിക്കൊണ്ട്, തസ്യൈ, അവൾക്കായിക്കൊണ്ട്, അവൾക്ക് കാമവരം ദത്വ, ഇഷ്ടമുള്ള വരത്തെ കൊടുത്തിട്ട്. കാമവരം, കാമിക്കുന്ന വരം, ഇഷ്ടപ്പെടുന്ന വരം. ദത്വ, കൊടുത്തിട്ട്. മാനയിത്വ, മാനിച്ചിട്ട്. മാനദഃ, മാനദനായ ഭഗവാൻ. മാനം ദാനം ചെയ്യാൻ കെൽപ്പുള്ളവനായ ഭഗവാൻ, അതാണ് മാനദഃ എന്ന് പറഞ്ഞത്. മാനദനായ ഭഗവാൻ, ആർക്കും മാനത്തെ കൊടുക്കാൻ കെൽപ്പുള്ളവനായ ഭഗവാൻ. തസ്യൈ കാമവരം ദത്വ, അവൾക്കായിക്കൊണ്ട് കാമം, ആഗ്രഹങ്ങളെ സാധിക്കുന്ന വരം കൊടുത്തിട്ട്. സഹ ഉദ്ധവേന, ഉദ്ധവനോടൊപ്പം. സഹോദ്ധവേന സർവേഷ, എല്ലാറ്റിന്റെയും ഈശ്വരനായ ഭഗവാൻ. സ്വധാമ അഗമത് അർച്ചിതം. സ്വധാമ അഗമത്, സ്വന്തം ധാമത്തെ പ്രാപിച്ചു. സ്വധാമ അഗമ, സ്വന്തം ഇരിപ്പിടത്തെ പ്രാപിച്ചു. അർച്ചിതം സ്വധാമം, അർച്ചിക്കപ്പെട്ട, ആരാധിക്കപ്പെട്ട തന്റെ ഇരിപ്പിടത്തെ പ്രാപിച്ചു. ഇപ്പോൾ തന്റെ ഇരിപ്പിടം അവളുടെ കട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് അവളോട് ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? അവള് ഭരിച്ചത്, കുറച്ചു ദിവസം എന്നെ കൂടെ നിന്നാ മതി എന്ന്. നോക്കൂ, ഇങ്ങനെയുള്ളൊരു ഭഗവാനെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കണ്ടുമുട്ടി എന്ത് വരം വേണം എന്ന് ചോദിച്ചാൽ, ഒരു ഭക്തൻ എന്നെ കൂടെ കുറച്ചു ദിവസം അങ്ങ് താമസിച്ചിട്ട് പൊക്കോളൂ, ഇതേ ഉള്ളൂ വരം എന്ന് ഒരു ഭക്തനും പറയില്ല എന്നാണ്. ഇവിടെ സൈലൻസ് പറഞ്ഞതാണ്, കതിജൻ ദിനാനി മയാ പുഷ്യത. കുറച്ച് ദിവസം എന്നോടൊപ്പം താമസിച്ചു. അവൾ വരിച്ചത് ഭൗതികമായ നേട്ടത്തെയാണ്.
ആത്മീയമായ ബലത്തെ അല്ല, മോക്ഷമല്ല, ഭക്തിയല്ല, ഇതൊന്നുമല്ല അവൾ വരിച്ചത്. അവൾ വരിച്ചത് ഭൗതികമായ കാമനകളെയാണ്. ഭഗവാനോടൊപ്പം കുറച്ചു ദിവസം കൂടെ താമസിക്കും. ഇതാണ് കാമവരം. അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഭഗവാൻ അനുവദിച്ചിട്ട് ഉദ്ധവേന സഹ, ഉദ്ധവരോടൊപ്പം സർവേശ്വരനായ ഭഗവാൻ സ്വധാമ അഗമത് അർച്ചിതം, അവൾ അർച്ചിക്കപ്പെട്ട തന്റെ ഇരിപ്പിടത്തിലേക്ക് അവിശദ് പ്രവേശിച്ചു. അവരുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി അവർ ഒരുക്കി വിധാനിച്ചിരിക്കുന്ന അവരുടെ മണിയറയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്ന്. ഇവർ ചോദിച്ച വരം ഇതായതുകൊണ്ടാണ്. ഒരു ഭക്തയും ഇതുപോലെ വരം ഇത്രയും കാലം ചോദിച്ചിട്ടില്ല. ഭഗവാനോടൊപ്പം കുറച്ചു ദിവസം കൂടെ താമസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. കാമവരം തത്വം, കാമിക്കുന്ന എന്തു വരവും തരാമെന്ന് പറഞ്ഞിട്ട് അവൾ കാമിച്ചത് ഈ വരം മാത്രമായതുകൊണ്ട് അവളോടൊപ്പം കുറച്ചു ദിവസം അവിടെ തന്നെ താമസിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. അപ്പൊ ഇനിയും കുറച്ചു നാള് സൈലന്ധ്യയുടെ വീട്ടിൽ അവളോടൊപ്പം സുഖമായി ജീവിക്കുന്ന കഥയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വന്നത് എന്നാണ് ഇതുവരെയുള്ള കഥാഭാഗങ്ങൾക്ക് ഉദാഹരിച്ചത്. തസ്യൈ കാമവരം ദത്വാം മാനയിത്വാ ച മാനദ സഹോദ്ധവേന സർവേശ സ്വധാമാഗമദർക്ഷിതം. തസ്യൈ കാമവരം ദത്വാം മാനയിത്വാ ച മാനദ സഹോദ്ധവേന സർവേശ സ്വധാമാഗമദർക്ഷിതം. തസ്യൈ കാമവരം ദത്വാം മാനയിത്വാ ച മാനദ സഹോദ്ധവേന സർവേശ സ്വധാമാഗമദർക്ഷിതം. അങ്ങനെ അർച്ചിക്കപ്പെട്ടതാണ്. എല്ലാവിധ വിഭവങ്ങളെ കൊണ്ടും സമൃദ്ധമായിരിക്കുന്ന തൻ്റെ വീടാണിത് എന്നാ ഭഗവാൻ പറയുന്നത്. സ്വധാമ, കാരണം ഭഗവാൻ എവിടെയില്ലാത്തത്, എല്ലായിടത്തും ഉണ്ട്. ഈശാവാസ്യം ഇതെന്നാണ്. ഏത് വീടും ഭഗവാന്റെ വീടാണ്. സൈലന്ധ്യയുടെ വീട്ടിലേക്ക് ഭഗവാൻ പ്രവേശിച്ചത് സ്വന്തം വീട്ടിൽ പ്രവേശിക്കുന്നില്ല. സ്വധാമ അഗമത്, സ്വന്തം ധാമത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ ഭഗവാൻ സൈലന്ധ്യയോടൊപ്പം ആ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു വെച്ചപ്പോൾ ഭഗവാൻ സർവ്വവ്യാപിയാണെന്ന് മാത്രമല്ല, ആര് എന്തുവരമാണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഭഗവാൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവൾ ഭാഗ്യഹീനയായവൾ അപ്പോൾ വരിച്ചത് ഭഗവാനുമായി കുറച്ചു ദിവസം കൂടി ചേരാൻ ആഗ്രഹം മാത്രം. ഇതൊന്നുമല്ല വരിക്കേണ്ടിയിരുന്നത്, ഇങ്ങനെ കിട്ടിയാൽ. പക്ഷെ അവളുടെ ജന്മാന്തര ദുഷ്കൃതം അതിന് സമ്മതിച്ചില്ല. നമ്മൾക്കും അങ്ങനെയാണ്. ഭഗവാനെ കണ്ടുമുട്ടിയാൽ നമ്മൾ നേരത്തെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ അന്നേരം എന്തെങ്കിലും വേണേൽ കൂടെ ചേർത്താൽ മാത്രം മതി, കാരണം മറന്നു പോകുമല്ലോ ഇതൊക്കെ പറയാൻ. ഇന്നലെ പറയണമെന്ന് വിചാരിച്ചോ പറഞ്ഞില്ല, ഇനിയും ബാക്കി നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇത് പറയാനായിട്ട് പോകണ്ട. പോകുമ്പോ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞിട്ട് പോന്നാൽ ഇതാണ് കാമങ്ങൾ വരമായി കൊടുക്കുക. ഇതാണ് നമ്മൾ ചോദിച്ചു വരിക. ഈ കാമങ്ങൾ വല്ലതും തികയുമോ? കിട്ടിയാലും ഇന്ന് കുറെ കാമങ്ങൾ ചോദിച്ചു, ഇന്നത്തേക്കുള്ളതായി. നാളെയോ ഇനിയും പോകും, അടുത്ത ദിവസവും ഇനിയും പോകും. എല്ലാ ദിവസവും ഈ കാമം വരമായി ചോദിക്കും, തികയും. ഇതല്ലേ നടക്കുള്ളൂ. ഇനി ഒരു ജന്മം ഉണ്ടാകാത്ത മട്ടിലുള്ള, ഇനി ഒരു കാമനകളും ഉള്ളിൽ ഉദിക്കാത്ത മട്ടിലുള്ള ഒരു വരമായിരുന്നു ചോദിക്കേണ്ടത്. സൈലന്ധ്യക്ക് അത് പറ്റിയില്ല. അവളുടെ ജന്മാന്തര വാസനകൾ ഇത്ര മാത്രമേ അവളെ കൊണ്ട് ചോദിപ്പിച്ചുള്ളൂ. ഇത് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ഇങ്ങനെ തന്നെ അവതരിപ്പിച്ചത്. ഭാഗവതത്തിൽ വ്യാസൻ ഇതേപോലെ സൈലന്ധ്യയുമായി രമിക്കുന്ന മനോഹരമായ രംഗം രാസലീലയേക്കാൾ മനോഹരമായി എന്തിനെ ആവിഷ്കരിച്ചു എന്നൊരു ഭക്തന്മാർക്ക് ചോദിച്ചാൽ അവരോട് പറയാനുള്ളത്, ഭഗവാനെ കണ്ടുമുട്ടിയാൽ സൈലന്ധ്യയെ പോലെ കാമവരങ്ങൾ ചോദിക്കരുത്. ഇവരതാണ് ചോദിച്ചത്. ഇനിയും ഒരിക്കലും ഒരു കാമനകളും ഉണ്ടാകാത്ത വരം, അതാണല്ലോ മോക്ഷം, ജന്മം ഒടുങ്ങാനുള്ള വരം. ഇനി ഒരു ജന്മം ഉണ്ടാവാതിരിക്കുന്ന വരം, അതായിരുന്നു ചോദിക്കണ്ടേ. എല്ലാവരും അതൊക്കെയാ ചോദിക്കാറുള്ള ബുദ്ധിമാന്മാർ. പക്ഷെ സൈലന്ധ്യക്ക് ഇത്ര മാത്രമേ വേണ്ടി വന്നുള്ളൂ ഭഗവാനെ ചോദിക്കാൻ.
അത് എന്ത് ചോദിച്ചാലും സാധിച്ചു കൊടുക്കുന്നതാണ് ഭഗവാൻ. കാരണം ഭക്തനാണ് എന്നുള്ളത്. ഈ ഭക്തയായ ഫൈരന്ധ്രിക്ക് അപ്പോൾ ഭഗവാൻ സാധിച്ചു കൊടുത്തു ഇപ്പോഴുള്ള ആഗ്രഹിച്ച സമസ്ത കാമനകളും. ഇതാണ് ഈ 10 ശ്ലോകങ്ങൾ പറഞ്ഞു ചേർത്തത്. ബാക്കിയുണ്ട്, നമുക്ക് അടുത്ത ദിവസമുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഈ വഴികളിൽ കൂടി ചിന്തിച്ച് നോക്കാം. ഇന്ന് നമുക്ക് അവിടെ ഉപസംഹരിക്കാം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.